ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞങ്ങളിപ്പോ എവിടേക്ക് പോണെന്നായിരിക്കട്ടെ നിങ്ങൾ ചിന്തിക്കണത്. ഏളച്ചനും ചിറ്റും കിങ്ങിനും ഞാനൊക്കെ കൂടി ഡ്രസ്സ് എടുക്കാൻ പോവാണ് കിങ്ങിനിയുടെ കല്യാണത്തിന്റെ. ഞങ്ങൾ ഇഹാ ഡിസൈൻസിൽ നിന്നായിട്ട് ഡ്രസ്സ് എടുക്കണേ. അപ്പൊ ഇവിടെ ഏകദേശം എത്താറായിട്ടോ. അപ്പൊ സംഭവം എത്തിക്കഴിഞ്ഞോട്ടോ. അപ്പൊ നമ്മളിവിടെ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് അകത്തേക്ക് കയറാൻ പോവാട്ടോ. താഴത്ത് റിസപ്ഷനിൽ നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ വെഡിങ് സെക്ഷനിലേക്കാട്ടോ പോണേ. താഴത്ത് കുർത്തായുടെ സെക്ഷനും മറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ വെഡിങ് സെക്ഷനിലെത്തി ഈ സാരികൾ കാണാൻ പോവാൻ. അങ്ങനെ നമ്മൾ സാരികൾ ഓരോന്നായി കണ്ടിട്ട് മാറ്റി വെച്ച് വന്നിട്ട് ലാസ്റ്റ് എല്ലാം പിൻ ചെയ്ത് നോക്കിയിട്ട് നല്ലതായത് ഒന്നിച്ച് എടുക്കാന്ന് വെച്ച് അങ്ങനെ മാറ്റി വെച്ചിട്ടാണ്. ഇളച്ചനും ചുറ്റും ഏത് ഇഷ്ടമായി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാണ്ട്. അപ്പൊ നമ്മൾ ഇഷ്ടം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം. അങ്ങനെ ഓരോരോ സാരികളായിട്ട് ഇത് പിൻ ചെയ്ത് തുടങ്ങിയിട്ടാണ്. പിൻ ചെയ്യണം കണ്ടിട്ട് ഞങ്ങളെല്ലാം അതിശയിച്ച് പോയിരിക്കാണ്ട് കല്യാണത്തിന് ഇയാളെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് ഞങ്ങൾ. അതിന്റെ ഇടയിൽ നന്ദുവിന്റെ അമ്മയൊക്കെ വന്നു. ഈ നിൽക്കുന്നുണ്ട് നന്ദുവിന്റെ അമ്മയുടെ കൂടെ വന്ന ചേട്ടനാട്ടോ അത്. അങ്ങനെ സാരിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മേലത്തെ ഫ്ലോറിൽ പോയിട്ട് അവിടെയാണ് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണതും ഡിസൈൻ ചെയ്യണ സ്ഥലം. അവിടെ കൂടുതൽ ചുരിദാറുകളും മെറ്റീരിയലൊക്കെയാണ് കൂടുതലുള്ളത്. ഇതാട്ടോ ഡിസൈൻ ചെയ്യണ ആൾക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അവിടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരും. അങ്ങനെയാണ്. അങ്ങനെ ഡിസൈൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഞാൻ അവിടെ ചുറ്റുന്നതും കണ്ടിട്ട് അവിടെ നിറച്ച് ലെഹങ്കയും ഫ്രോക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഈ ഹേഡ് അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴായിട്ട് ഞങ്ങൾ ഈ റെസ്റ്റോറന്റ് കടന്നിട്ട് ഇവിടെ കയറി കഴിഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇത് കൊണ്ടുവന്നിട്ടാ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ റെസ്റ്റോറന്റിൽ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നെ ഇത് കണ്ടുവെക്കണം. ഇത് നല്ല സംഭവം അടിപൊളിയല്ലേ. ഇത് കൊണ്ടുവന്ന് വെച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ സംഭവിച്ച് നോക്കിയിട്ടാ. പിന്നെ ഉണ്ടെങ്കിൽ മനസ്സിലായത് വെൽക്കം ഡ്രിങ്ക് ആണെന്ന്. എല്ലാവരും എന്നെ കളിയാക്കി കൊന്നു. അത് കഴിഞ്ഞ് ഇത് കുടിക്കാനെടുത്തപ്പോ ഇതിന്റെ ഹൈറ്റ് കണ്ടിട്ട് ഞാനും ചിറ്റാന്ന് വിട്ടിരിക്കായിരുന്നു. ഞങ്ങൾ എങ്ങനെ ഇത് കുടിക്കുന്നു വിചാരിച്ചിരിക്കായിരുന്നു. എനിക്ക് ചിറ്റ കുടിക്കണ്ടായിരുന്നു കാണേണ്ടത്. ചിറ്റയ്ക്ക് എനിക്കൊന്ന് കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ചിറ്റിരിക്കണം. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഒന്നൊന്നേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം ഡ്രാഗൺ ചിക്കനെ വന്നത് ഇങ്ങനെയായിട്ട് ഓർഡർ ചെയ്തത്. ചിറ്റ ചോറും കറികളൊക്കെ ഓർഡർ ചെയ്തത്. അത് സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ട് ചിറ്റിരുന്ന് കഴിക്കുന്നതായി കാണുന്നത്. അങ്ങനെ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നായി വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് അടി തുടങ്ങിയിട്ടാ. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് ഞങ്ങൾ ജ്യൂസിലേക്ക് കിടന്നോട്ടാ. ഇങ്ങനെ ചിറ്റയുടെ കാര്യം പറയണം. ചിറ്റ പായസം കുടിച്ച് അതിന് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞോട് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് കേട്ടാ. അങ്ങനെ ഞങ്ങൾ വാഷ്റൂമിൽ ചെന്നിട്ട് അവിടെ മിറർ കാണാൻ നല്ല രസം. അങ്ങനെ ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇനി പോകുന്നത് ജയലക്ഷ്മിയിലേക്ക് കേട്ടോ. അവിടെ റിസപ്ഷനിൽ ഡ്രസ് എടുക്കാനാണ്. ജയലക്ഷ്മിയുടെ ഉള്ളിൽ കാണാൻ നല്ല രസം ഉണ്ടായിട്ട് അതിന്റെ വെഡിങ് സെക്ഷൻ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ റിസപ്ഷന്റെ ഡ്രസ് എടുക്കാനായിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. ഇവിടെ കണ്ടപ്പോൾ കൊട്ടാരം പോലെയായിരുന്നു. നല്ല രസം ഉണ്ടായിട്ട് എല്ലാം കാണാൻ. അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. നന്ദുവിന്റെ അമ്മയും കസിനൊക്കെ പോയി. അപ്പൊ അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.